മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിൽ 1 മില്യൺ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് ഹൈസ്കൂളിലാണ് SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പരിപാടികൾ നടത്തിയത്. 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഉദ്ഘാടനം നാർക്കോട്ടിക് സെൽ കൊല്ലം അസിസ്റ്റന്റ് കമ്മീഷണർ M. റോബർട്ട് ജോണി നിർവഹിച്ചു. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാരും ജില്ലാ വകുപ്പ് സെക്രട്ടറിമാരും സംസ്ഥാന പോലീസ് മേധാവി ഒന്നിച്ച് തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ഈ ബൃഹത്തായ പദ്ധതി അന്നു മുതൽ സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതുപോലെ വിവിധ പോലീസ് ജില്ലകളിൽ തൂഫാന്റെ പ്രവർത്തനവുമായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി ജില്ലയിൽ 400ഓളം കേസുകൾ എടുത്തു. 400ഓളം കേസുകളിൽ 350ഓളം പ്രതികളെ അറസ്റ്റ് ചെയ്തു. അവരെ ജാമ്യത്തിൽ വിടുകയും കുറച്ചുപേരെ തുറങ്കിലടിക്കുകയും ചെയ്തു. അതുപോലെ മറ്റെല്ലാ ജില്ലകളിലും പോലീസ് ഇതുപോലെ ബൃഹത്തായ ഒരു പദ്ധതിയാണ് നടത്തി വരുന്നത്. ഇന്ന് ഇതിനെതിരെ പ്രവർത്തിച്ചു വരുന്ന പങ്കാളിത്തത്തിൽ എക്സൈസ്, പോലീസ്, ഹെൽത്ത്, പഞ്ചായത്ത് എന്നിവരും മറ്റ് തൂഫാൻ വാരിയേഴ്സും സംസ്ഥാന പോലീസിൽ എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നും 10 മുതൽ 15 അംഗങ്ങൾ തൂഫാൻ വാരിയേഴ്സാണ്. മാത്രമല്ലാതെ ഡാൻസ് ഓഫ് ടീം കൊല്ലം സിറ്റി ജില്ലയിൽ സ്കൂൾ മാനേജർ M. സജീവ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക CS ഷിജി സ്വാഗതം പറഞ്ഞു. നാർക്കോട്ടിക് സെൽ സബ് ഇൻസ്പെക്ടർ സബി രാജൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ട്രസ്റ്റ് സെക്രട്ടറി CP പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. കൊട്ടിയം പോലീസ് സബ് ഇൻസ്പെക്ടർ ആഷിനി, SPC PTA പ്രസിഡന്റ് അനിലകുമാരി, SPC കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ സുരാജ് എസ് പിള്ള, വിദ്യ SS, ശിവ ഗണേഷ്, ദീപ്തി VG, സ്മിത MD, പാർവതി കൃഷ്ണൻ, ശ്രീജയ അരവിന്ദ, തുളസീധരൻ പിള്ള, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. സ്കൂൾ മാനേജ്മെന്റും SPCയുടെ ചുമതലയുള്ള അധ്യാപകരും ഇത്തരത്തിലുള്ള ആശയം മുന്നോട്ട് വെച്ചപ്പോൾ യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ഇടയിൽ ഒരു ആശങ്കയും വിമുഖതയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് ഇത് നമ്മുടെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ അധ്യാപകരും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഗ്രൗണ്ടിൽ വലിയൊരു ആവേശഭരിതമായിട്ടുള്ള ഒരു കളി ആണ് ഞങ്ങൾ കാഴ്ചവെച്ചത് എന്നാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കളത്തിലിറങ്ങിയപ്പോൾ ഞങ്ങൾ തന്നെ പരിസരം മറന്നുപോയ ഒരവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് കടുത്ത മത്സരവും മുന്നേറ്റങ്ങളുമായിരുന്നു ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത്. ഞങ്ങളുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന മെസ്സിയും റൊണാൾഡോയും ഒക്കെ മുന്നിലേക്ക് ഗ്രൗണ്ടിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചതായിട്ട് തോന്നുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ അധ്യാപകരുടെ ഇടയിലും കുട്ടികളുടെ ഇടയിലും വലിയൊരു പ്രോത്സാഹനമാണ് നൽകുന്നത്. സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.